ഹായ് നമസ്കാരം. അന്വേഷിപ്പിൻ കണ്ടെത്തും കൊള്ളാം. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം എന്ന് പറയാം. നല്ല അത്യാവശ്യം കിടുക്കനായിട്ടുള്ള 2 സസ്പെൻസുകളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ എന്ന് പറയാം. ഇതിലെ മ്യൂസിക് സന്തോഷ് നാരായണാണ്. നല്ല അസ്സലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് പറ്റിയ രീതിയിൽ അദ്ദേഹം മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ഒരു അനാവശ്യമെന്നോ ആവശ്യമെന്ന് പറയുന്ന ഒരു പാട്ടും കൂടെ ഉണ്ട്. അത് വലിയ മടുപ്പിക്കാത്ത ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിലെ സിനിമാറ്റോഗ്രാഫി ഗിരീഷ് ഗംഗാധരനാണ്. എഡിറ്റിംഗ് ബൈ ഷൈജു ശ്രീധരൻ. എന്തായാലും എല്ലാ പൊളിയായിട്ടാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്നത് ഡാർവിൻ കുര്യാക്കോസ് ആണ്. എൻ്റെ തിരക്കഥ ജിനു എബ്രഹാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദം ജോൺ കടുവയൊക്കെ എഴുതിയ ആൾ തന്നെയാണ്. പക്ഷേ ആ 2 പടമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ സംവിധാനം ചെയ്ത ഡാർവിൻ കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണോ അത്? എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല. എന്തായാലും നല്ല ഗംഭീരമായിട്ട് സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 80s ലാസ്റ്റും അല്ലെങ്കിൽ 85, 95 കാലഘട്ടമാണ് അതിനകത്ത് കൂടുതലും ആ കാലഘട്ടമാണ് കൂടുതലും അല്ല, ആ കാലഘട്ടമാണ് ഫുൾ അതിനകത്ത്. അതിൽ കൂടുതലും 90s, 92, 93 ആ ഒരു കാലഘട്ടം, 95 ഉള്ളതും പിന്നെ 85, 86 കാലഘട്ടവും കാണിക്കുന്നുണ്ട്. എന്തായാലും ആ കാലഘട്ടമൊക്കെ നല്ല ഗംഭീരമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ സമ്മതിച്ചേ പറ്റൂ. നമ്മൾ ആ കാലഘട്ടത്തോടൊപ്പം പോകാൻ പറ്റുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് പറഞ്ഞാൽ കുറച്ച് പോലീസുകാരുടെ ഒരു കഥയാണ്. അത് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചേർത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല എന്താ പറയുക, 2 ട്വിസ്റ്റുകളുണ്ട്. 2ഉം ഗംഭീരമായ ട്വിസ്റ്റുകളാണ്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണാൻ പോകുന്നവർക്ക് ഇതിലൊരു ഡബിൾ ധമാക്കയാണ് ഈ ചിത്രം. അത് തിയേറ്ററിൽ പോയി കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് ഡബിൾ ധമാക്ക. എന്തായാലും നല്ല പുതുമയോ വലിയ ഗംഭീരമോ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് പറയാം. നല്ല സസ്പെൻസും ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ കുറച്ച് ലാഗുണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ലാഗാണ്. അത് അങ്ങനെ ബോറടിപ്പിക്കുന്നുമില്ല. നമുക്കിങ്ങനെ ത്രില്ലിംഗ് മൂഡിലിരുന്ന് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. എനിക്കങ്ങനെ ഈ സിനിമയെ മോശം പറയാനായിട്ട്, നമുക്കിങ്ങനെ ബുദ്ധിജീവികളുണ്ടല്ലോ അതിലിങ്ങനെ കീറി മുറിച്ച് അങ്ങനെയൊക്കെ എടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിന് നല്ല പോസിറ്റീവ് വശങ്ങൾ ഒരുപാടുണ്ട്. ഇതിലെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ തോമസ് നല്ല ഗംഭീരമായിട്ടാണ് ടോവിനോ തോമസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വേറൊരു പുള്ളിയുടെ പേര് ഞാൻ നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പേര് പ്രമോദ് വെള്ളിയനാട്. നമ്മുടെ കൊത്തയ്ക്കകത്ത് പുള്ളി വരുന്ന, അതായത് കൊത്തയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ദുൽഖറിന് 10 കയ്യടി കിട്ടുമ്പോൾ ഒരു 5ഓ 6ഓ കയ്യടി ഇങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ട്രോൾ ഏറ്റുവാങ്ങിയ പുള്ളിയുള്ളൂ. ഈ പുള്ളിക്ക് ഇതിനകത്ത് ഒരു 2-3 സ്ഥലത്ത് നല്ല രീതിയിൽ കയ്യടി കിട്ടുന്ന കുറച്ച് പെർഫോമൻസ് ഉണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ടൊവിനോയ്ക്ക് പോലും ഇത്രയും കൈയടി കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിന് കുറച്ച് കൈയടി വാങ്ങാനുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം ഇന്ദ്രൻസ് ചേട്ടനായാലും കുറച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ മോശം പറയാൻ പറ്റുന്നില്ല. ആ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ 90s തുടക്കവും 80s അവസാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ആ കാലഘട്ടത്തിലൂടെ നല്ല രീതിയിൽ പോവാം. ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. നമ്മൾ സാധാരണ ഭയങ്കര സ്പീഡ് അങ്ങനൊന്നും അല്ലാതെ നല്ല റിയലിസ്റ്റിക് മിക്സ് ചെയ്തിട്ടുള്ള, പൂർണ്ണമായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയല്ല. എന്തായാലും ഈ ചിത്രം ഒരു പ്രാവശ്യം കാണാൻ പറ്റാവുന്ന നല്ലൊരു പടം തന്നെ എന്ന് പറയാം. നമുക്കങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള, നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. അതാ പറഞ്ഞാൽ ഈ സ്റ്റോറി കാണുമ്പോൾ നമുക്ക് തന്നെ ഡബിൾ ധമാക്കയാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് നമ്മൾ എന്തിനാണ് പറയുന്നത്? സിനിമ അത് നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇത് പറയുന്നത് തന്നെ വലിയ സംഭവമായിട്ടൊന്നുമല്ല. ഡബിൾ ധമാക്കയെന്ന് വിചാരിക്കുക. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കാണുന്നവർക്ക് ഇതൊരു ഡബിൾ ധമാക്കയാണ് ഈ ചിത്രം. പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ ഒന്നുമില്ല. എൻ്റെ മ്യൂസിക്കായാലും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും പ്രത്യേകിച്ച് ഒരു ഇതുപോലത്തെ ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടില്ലെന്ന് ഞാൻ പറയാം. കാരണം എല്ലാം സീരിയൽ കില്ലർ, അങ്ങനെ മറ്റേത് ഭയങ്കര കൊലപാതകങ്ങൾ അങ്ങനെ കാണിച്ചിട്ടുള്ള സിനിമകൾ. ഇത് പണ്ട് നമ്മൾ കണ്ട ഇൻവെസ്റ്റിഗേഷൻ ആ മൂഡിലുള്ള ഒരു സിനിമയാണ്. ആ കാലഘട്ടവും കാണിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ കണ്ട രീതിയിലുള്ള എന്താ പറയുക, നമ്മൾക്ക് ടിപ്പിക്കലായിട്ടുള്ള അന്വേഷണം തന്നെയാണ്. അല്ലെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇതില്ല. ഇപ്പോഴത്തെ ഒരു ശൈലി ഉണ്ടല്ലോ, സൈക്കോ, അതൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു സിനിമ എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കങ്ങനെ ചിന്തിച്ച് തല പുകഞ്ഞ് കിളിയൊക്കെ പോയിട്ട് വരേണ്ട ഒരു അവസ്ഥയും ഇതിനകത്തില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ല അന്തസ്സോടെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ത്രില്ലർ ചിത്രം.